ഹലോ, ഇന്ന് ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നായിട്ട് ചെറിയ ആൾ ഏട്ടനെ കുത്തിപ്പൊക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ആൾ നേരത്തെ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ഏട്ടനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞ് ഷോർട്സും കൂടി ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട് കണ്ടല്ലോ. ഇതാണ് മെയിൻ ഡോറ്, ഫ്രണ്ടിലെ ഡോർ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദുബായിലായിരുന്നേ. ദുബായിൽ നിന്ന് മസ്കറ്റിലോട്ട് നമ്മൾ ഓൾറെഡി ഷിഫ്റ്റായി. ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ടും ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. പിന്നെ എൻ്റെ പല വീഡിയോയിലും പല സൈഡുകളിലായിട്ട് ഈ റൂമിൻ്റെ പല ഭാഗങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഇട്ടിട്ടുണ്ടായില്ല. അപ്പം ഞാൻ കരുതി ഈ വീഡിയോ അങ്ങനെ എടുത്തു വെക്കാം. ഞങ്ങൾ റൂം ഷിഫ്റ്റിങ്ങിൻ്റെ കുറച്ച് ദിവസം മുന്നായിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ വീഡിയോ ഇട്ടാൽ ഞങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു മെമ്മറിയും കൂടി ആവുമല്ലോ. പിന്നെ ഈ ഒരു വാൾ കണ്ടോ, ബ്ലാക്ക് വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു കുട്ടി ഓഫീസ് റൂം പോലെയാണ്. ഈ ഒരു വാള് പാർട്ടീഷൻ ചെയ്ത് എടുത്തതാണ് ഹസ്ബൻഡ്. എന്നിട്ടൊരു കുട്ടി ഓഫീസ് റൂം പോലെ ആക്കി, അതായത് ഒരു ഓഫീസ് ടേബിളും ഒരു ബുക്ക് ഷെൽഫൊക്കെ ആയിട്ട് ഒരു കോർണറിൽ ഒരു കുട്ടി റൂം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഓൾറെഡി ഷിഫ്റ്റിങ്ങിൻ്റെ മുന്നായിട്ട് ചെറിയതായിട്ട് പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ പല സാധനങ്ങളും കൂട്ടിയിട്ടിട്ടും ബോക്സും ബാഗുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമല്ല ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പല സാധനങ്ങളും അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഹോം ടൂറ് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എടുക്കാനൊന്നും എനിക്കറിയില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു ഹോം ടൂർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഞങ്ങൾ 2 BHK ആണ്, 2 ബെഡ്റൂം. അപ്പോൾ ബാൽക്കണി ഉണ്ട്, നല്ല നീളത്തിലായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. അപ്പോൾ 2 റൂമൊന്നും ബാൽക്കണിയിലോട്ട് പോകാനുള്ള ഡോറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ റൂമിൽ നിന്നുള്ള ഇത് കാണിക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിനോടൊന്നും നമ്മൾ മസ്കറ്റിലോട്ട് ഷിഫ്റ്റ് ആവുകയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാരൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. പിന്നെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ കുറേ ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുമ്പം കുറേ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുമല്ലോ, അവരോടും കൂടിയാണ് പറയണത്. ഞാൻ മസ്കറ്റിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനല്ല, നമ്മൾ ഫാമിലി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് 2 ബെഡ്റൂമൊന്നും ബാൽക്കണിയിലോട്ട് പോകാൻ പറ്റുന്നു. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്തായിരുന്നു, പിന്നെ ഇവിടെയുള്ള കുറേ ഫർണിച്ചറുകളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേയൊന്നും കൊണ്ടുവന്നില്ല. ഇപ്പോൾ ഈ സ്റ്റഡി ടേബിളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നില്ല കേട്ടോ. പിന്നെ മസ്കറ്റിലെ വീടിൻ്റെ റൂമിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. ആദ്യം ഇതിട്ടിട്ട് എല്ലാവരോടും കാര്യങ്ങൾ പറയാമെന്ന് കരുതി ഞങ്ങൾ മസ്കറ്റിലോട്ട് ഷിഫ്റ്റ് ആവാമെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ എൻ്റെ കിച്ചണാണ്. കിച്ചൺ ഒരുവിധം എല്ലാ ചോറ്റുപാത്രം വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ കിച്ചണായിട്ട് തന്നെ ഒരു കുട്ടി ഷോർട്സും ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്